ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭദ്രകാളി അഷ്ടകം മന്ത്രം 7. കാളാംബോധകളായ കോമളതനുച്ഛായാസിദീഭൂതിമാത് സംജ്ഞാനാന്തരിതസ്തനാന്തരലസൻ മാലാകിലൻ മൗക്തികാം നാഭീകൂപസരോജ നാളവിലസച്ചാദോദരീശാഭദീം ദൂരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഭദ്രകാളി അഷ്ടകം മന്ത്രം 7 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു. ദേവി, നിന്റെ കോമളമായ ശരീരം കാർമേഘം പോലെ കറുത്താണ്. അങ്ങനെയുള്ള ശരീരം നീ വക്ഷസ്സിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാലയുടെ വെളുപ്പിന് പശ്ചാത്തലമായി നിഴലായി ശോഭിക്കുന്നു. ആ മുത്തുമാലയാകട്ടെ അതിലിളകിയാടുന്നതും എണ്ണമറ്റതുമായ മുത്തുകൾ കൊണ്ട് നിന്റെ സത്നങ്ങളുടെ ഇടയിലുള്ള പ്രദേശത്തെ നന്നായി മറച്ചിരിക്കുന്നു. ഈശാനിയുടെ, അതായത് ദുർഗയുടെ ഈശന്റെ പത്നിയുടെ പദവിയിലിരിക്കുന്ന നിന്റെ ഉദരത്തിന്റെ കൃശ്വത്വം കണ്ടാൽ നിന്റെ തന്നെ പൊക്കിൾത്തടമാകുന്ന കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ തണ്ടാണോ ആ ഉദരമെന്ന് തോന്നിപ്പോകും. അത്തരത്തിലാണ് അത് ശോഭിക്കുന്നത്. അങ്ങനെയുള്ള ദേവി, ജീവിതത്തിലെ ഘോര ദുരിതങ്ങളൊക്കെ ദൂരീകരിക്കണമേ അമ്മേ. അങ്ങനെയുള്ള ഭദ്രകാളിയെ ഞാൻ ധ്യാനിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.